ഇതാണ് ചിരട്ടപ്പുട്ട്. ചിരട്ടയിലുണ്ടാക്കിയ പുട്ടാണ് ചിരട്ടപ്പുട്ട്. ഇതിന് ടേസ്റ്റ് കൂടുതലാണ്. ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനൊരു കപ്പ് കുറച്ച് അരിപ്പൊടി എടുത്തു. ഇതിനെ നമുക്ക് പുട്ടുപൊടിയാക്കി മാറ്റിയെടുക്കണം. അതിന് ആദ്യം ഒരു ഗ്ലാസ്സിൽ കുറച്ച് ഉപ്പ് കലക്കി ഇതിലേക്ക് ഒഴിച്ചു. എന്നിട്ട് സാവധാനം കുഴച്ചെടുക്കണം. ഉപ്പ് വെള്ളവും അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് സാവധാനം കുഴച്ചെടുക്കാം. ഇനി കുറച്ചും കൂടി ഉപ്പ് വെള്ളം ആഡ് ചെയ്ത് നന്നായി കുഴച്ചെടുക്കാം. ഇപ്പോൾ പുട്ടുപൊടി റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട തേങ്ങ തയ്യാറാക്കാം. കുറച്ച് തേങ്ങ എടുത്ത് ഞാൻ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തു. ഇപ്പോൾ തേങ്ങ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കുക്കർ എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. അടച്ചു വെച്ചൊന്ന് വെള്ളം തിളപ്പിക്കാം. ഇനി നമുക്ക് ഒരു ചിരട്ട എടുത്ത് അതിലേക്ക് ഈ പുട്ടുപൊടിയും തേങ്ങയും ആഡ് ചെയ്യാം. ആദ്യം തേങ്ങ ആഡ് ചെയ്തു. അതിലേക്ക് നമുക്ക് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. പിന്നെയും തേങ്ങ ആഡ് ചെയ്തു. ഇനിയിപ്പോൾ കുക്കറിലെ വെള്ളം ചൂടായിട്ടുണ്ട്. അതിപ്പോൾ ആവി വരാൻ തുടങ്ങി. ആവി വരുമ്പോൾ നമുക്കിനി കുക്കറിൽ നമുക്ക് ഈ തേങ്ങ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഈ തേങ്ങയിലൂടെ ഇപ്പോൾ ആവി വരാൻ തുടങ്ങി. പുട്ട് ആയി വരുന്നുണ്ട്. പുട്ട് വെന്ത് വന്നാൽ നമുക്കത് കുക്കറിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇപ്പോൾ പുട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മൾ ഒരു പുട്ട് റെഡിയായി. ഇനി വീണ്ടും അതേപോലെ തന്നെ ആ ചിരട്ടയിൽ തേങ്ങയും അരിപ്പൊടിയും ഇട്ട് ഒരു പുട്ടും കൂടി ഉണ്ടാക്കാം. തേങ്ങ ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് ആവി വരുന്ന കുക്കറിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ആവി വന്നു. അതൊന്ന് വെന്ത് വന്നപ്പോൾ ഞാൻ വീണ്ടും പ്ലേറ്റിലേക്ക് മാറ്റി. ഇപ്പോൾ നമ്മുടെ ചിരട്ടപ്പുട്ട് റെഡിയായിട്ടുണ്ട്. ഇത് സാധാ പുട്ടിനേക്കാളും കുറച്ച് ടേസ്റ്റ് അധികമാണ്. നിങ്ങൾക്ക് ഈ പുട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക. പ്രൊഫൈൽ